ഓർഗനൈസിൻ്റെ ആശ്രമത്തിൽ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 13 വർഷമായി, 13ാമത്തെ വർഷം നമ്മളിപ്പോൾ കടന്നിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒത്തിരി രോഗികളെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അവർക്ക് സാമ്പത്തികമായും അതുപോലെ മാനസികമായിട്ടും പലരും നമ്മൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിനുള്ള കുറച്ച് ആൾക്കാർ, എല്ലാ ആൾക്കാരില്ല, അതിന് കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ ഇന്നത്തെ ഈ യോഗത്തിലേക്ക് പിടിച്ചിട്ടുള്ളത്, സമൂഹത്തിലേക്ക് പിടിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തിരിക്കുന്നത് ഞങ്ങളുടെ ഈ സംഘടനയിലുള്ള മെമ്പേഴ്സാണ്. ഇവരെല്ലാവരും ഒരു ജോഷി പിടിയിട്ട് ബാക്കിയുള്ളവർ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്യാനായിട്ട് ചില വ്യക്തികളുണ്ട്. അത് 2 പേര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളൊരു സുഖമില്ലാത്ത ആൾക്കാരുണ്ട്. പഠിക്കാൻ പോയി, ജോലിയും കിട്ടിയില്ല. പിന്നെ തെങ്ങിന് പോയി പെയിന്റിങ്ങിന് പോയി. അവരുടെ കല്യാണം കഴിച്ച് 2 കൊച്ചുകളുണ്ട്. 13 വയസ്സാക്കി വെച്ചാൽ ഇപ്പം അവൻ്റെ കുടീനായി മാറി. എല്ലാം കൂടി ആലോചിച്ച് കുറച്ച് ടെൻഷനായി. വീട്ടിലടി അച്ഛന് പെങ്ങൾ ഇപ്പം ഞാൻ തന്നെ മിറ്റടിക്കാൻ പോയിട്ട് തുടങ്ങി കഴിയുന്നു. 3-4 സ്ഥലത്ത് മിറ്റടിക്കുക. അവർ നല്ല Gracias.
കഴിഞ്ഞ ആളാണ്. നിങ്ങൾക്ക് എൻ്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞ വർഷം ഇന്നൊക്കെ കല്യാണം വെച്ചു ഒറ്റയ്ക്ക് ജീവിക്കും. നമ്മളതിനെ സ്വീകരിക്കുന്നു. നമുക്കങ്ങനെ വേദന തന്നിട്ടുണ്ട്. ആ വേദന സ്വീകരിച്ച് നമ്മൾ വേദന പുറത്ത് കുറയും. അപ്പൊ അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ആരോഗ്യ ലോകത്തിൽ അപ്പൊ അത് ഈശ്വരന്റെ മുമ്പിലായിരിക്കുകയും മറ്റുള്ള സഹായം കിട്ടും. ഇപ്പൊ ഇതിൽ നല്ല മനുഷ്യമുള്ളത് കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുറെ പേരോട് പറഞ്ഞിട്ടാണ് അവര് ഓരോ മാസം ഷെയറൊക്കെ ഇട്ട് ആ ഷെയറിൽ നോക്കിയാണ് നിങ്ങൾക്ക് തരണേ. അപ്പൊ അവർക്ക് വലിയൊരു നല്ല മനസ്സുള്ളതുകൊണ്ടാണ് അവരതൊക്കെ സഹായിച്ചിട്ടുള്ളത്. അവർ സഹായിച്ചതിൽ നിന്നാണ് നിങ്ങളുടെ ഒരു ആശ്വാസം അല്ല മാറ്റാൻ പറ്റുന്നതല്ല. തുറന്നേ ഉണ്ടായിട്ടെന്താ കാര്യം തുറക്കാനുള്ള മനസ്സുണ്ടാവണം. ആ മനസ്സുണ്ടാവാൻ കൂടുതൽ ആൾക്കാർ അതുവഴി കൂടുതൽ ആൾക്കാർ വേദനകളിലേക്ക് എത്തിച്ചേരാനും സഹായമാകണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കാനും വേദനകൾ സ്വീകരിക്കുക, ഈശ്വരനോട് നന്ദി പറയുക, ഇനി അതൊക്കെ നേരിടാനുള്ള കരുത്ത് അതിന് മറികടത്ത് തരാൻ പറയുക. അതാണ് നമുക്ക് പറയാനുള്ള കൂടുതലൊന്നും എനിക്ക് പറയാനുള്ളത്. വേദന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. വേദനയില്ലാതെ വിജയമൊന്നുമില്ല. സംതൃപ്തി സന്തോഷമൊക്കെ ജീവിതത്തിൽ നമ്മൾ വെച്ച് പുലർത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പുതുവർഷത്തിൻ്റെ നന്മകളും അതുപോലെ തന്നെ പിറവി തിരുനാളിൻ്റെ ലോകരക്ഷകനായിട്ടുള്ള ദൈവത്തിൻ്റെ പിറവി തിരുനാളാണ്. ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ഘോഷമാണ്. നമ്മുടെ മക്കളും ഘോഷിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ ഘോഷിക്കുന്ന ആൾക്കാരാണ്. അതിൽ ആ സന്തോഷത്തിൽ പങ്കുചേരുക. ആ സന്തോഷത്തിൽ പങ്കുചേരാൻ ഇവർ ചെയ്തിട്ടുള്ള സംഭാവനയാണ്. അപ്പോൾ അത് സ്നേഹപൂർവ്വം സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. തമ്പുരാൻ്റെ ഇഷ്ടം എന്താണോ അത് നടക്കും. അല്ലേ? ചിന്നമ്മ അഷ്റഫ് നബീസ ശ്രീലക്ഷ്മി റോസ്ലി ബോൾ അജീഷ് അജീഷ് രാജൻ സാജിദ് വസന്തി തോമസ് ഷൈൻ ഷാജു കേക്കൂടൻ ഡാലി ഡാലിൻസ് വർഗീസ് ഉല്യമു ജയ ജയ ജോസഫ് അയ്യപ്പൻ
ഓമന ഗർഭയം ശങ്കരൻ റോബിൻ സിന്ധു നന്ദകുമാർ സിന്ധു നന്ദകുമാർ സുന്ദരകുമാർ ലാലു ഷൈജു രാജേന്ദ്രൻ ഗിരിജൻ ജോയി ദിലീപ് ജോയി ജിജു ഇത് തോമസ് വളകാലത്ത് എല്ലാ വർഷവും വരാറുള്ളതാണ്. ടെസ്റ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് വരാറുണ്ട്. സഹായമായിട്ട് അത് സ്ഥാനത്ത് പ്രാവശ്യം കൂടി പോരും. അപ്പോൾ അവർ പ്രവൃത്തിയുള്ളൂ. ട്രാഫിക്കല്ല തൃശ്ശൂർ വരാനുള്ള തയ്യതാണ്. അപ്പോൾ ആൾക്കാർക്ക് ഞങ്ങളെല്ലാവരും പേരിൽ ഇപ്പോൾ ക്രിസ്മസ് നിങ്ങളോടൊപ്പം ഞങ്ങളിങ്ങനെ പല സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊരു 3 ജില്ലയിൽ എയ്ഡ്സ് പേഷ്യൻസ് ഉണ്ട്. 3 തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്. അതുപോലെ പിന്നെ ഇതുപോലത്തെ പല തൃശ്ശൂർ, നടത്തറ, പിന്നെ എലത്തൂർ, അങ്ങനെ പല സ്ഥലത്ത് ഇതുപോലത്തെ ഗ്രൂപ്പുകളുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും നമുക്ക് കഴിയാവുന്ന രീതിയിൽ സഹായിക്കുന്നു. ചികിത്സകളുടെ ആവശ്യം വരുമ്പോഴാണ് ഞങ്ങൾ വിളിക്കുന്നത്. ആശുപത്രിയിലൊക്കെ പോകേണ്ട ആൾക്കാർ വരുമ്പോൾ വിളിച്ച് കഴിയാവുന്ന സഹായം നമുക്ക് ആശുപത്രികളിൽ ഒഴിക്കും ഒക്കെ ചെയ്തു തരാവുന്നതാണ്. ഈശോ ഉള്ളിൽ വരുന്നതാണ് ക്രിസ്മസ്. ആ ഉള്ളിൽ വന്ന ഈശോയെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഈശോ എന്നിലുണ്ട് എന്നുള്ളൊരു അനുഭവം എന്താണ് നമുക്ക് അതിൽ സന്തോഷമുള്ളൂ. ആ ഈശോയെ നമ്മൾ വേറെ അത് ഇരട്ടിയാവാം, സന്തോഷം ഇരട്ടിയാവാം. അപ്പോൾ ക്രിസ്മസിൻ്റെ സന്തോഷം ഇരട്ടിയാവട്ടെ എന്ന് വിചാരിക്കുന്നു. ഞങ്ങളതുകൊണ്ട് ഇവിടെയുള്ളവർക്ക് ഒരു സന്തോഷം ഇരട്ടിയാവണേ ഇവർക്കുള്ളത് ഇവർ പങ്കുവയ്ക്കുന്നത്. അതുപോലെ പങ്കുവെച്ചുള്ള ക്രിസ്മസ് അവർ കിട്ടിയ ആൾക്കാർ വേറെ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അത് 100 ഇരട്ടിയാവട്ടെ. അങ്ങനെ ക്രിസ്മസിൻ്റെ സന്തോഷം ഇരട്ടി 100 ഇരട്ടി ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ നമ്മളെല്ലാവരും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെയുള്ളതാണ്. പറഞ്ഞു ക്രിസ്മസ് നമുക്കറിയാം, അപ്പോൾ ഈശോയുടെ പ്രകാശം നമ്മുടെ ഭവനങ്ങളിൽ വന്ന് തുടങ്ങുന്ന ഒരു സിറ്റുവേഷനാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. പ്രകാശം എപ്പോഴും നമുക്കറിയാം ഒരു ആനന്ദം നൽകുന്നു, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, നമുക്കൊരു ശക്തിയുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ജീവിതത്തിൽ ആ ഒരു ശക്തി കുറയുമ്പോൾ, സമാധാനം കുറയുമ്പോൾ ആ ഒരു ശക്തി കേന്ദ്രമായിട്ട് ഈശോ നമ്മുടെ ജീവിതത്തിലും ഭവനങ്ങളിലും ഉണ്ടാകും. ആ ഒരു സ്നേഹ കൂട്ടായ്മ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ഇന്ന് നിങ്ങളുടെ വരാൻ സാധിച്ചു ആ ഒരു കൂട്ടായ്മയുടെ അനുഭവമാണ്. ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും കൂടങ്ങളും ക്രിസ്മസിൻ്റെ ആശംസകളും സ്നേഹങ്ങളും ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, താമസിക്കുന്നുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. ജിജു ജോസഫ് പരമേശ്വരൻ സൈമൺ നൂർജഹാൻ
ഹാപ്പി ദുർഗരാജൻ നേരമടിയാന്നുള്ള ജിയോ വന്നിട്ടുണ്ട് ശ്രീലക്ഷ്മി രണ്ടുപേരും നേരമായിട്ടുണ്ടായിരുന്നു ഫൈലിംഗ് വന്നിട്ട് എനിക്കാനായിട്ട് സാധിച്ചു. ഇനി വീണ്ടും മുന്നോട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെ സഹായിക്കാനായിട്ട് ആശംസിക്കുകയാണ്. ഇനി നന്ദി പറയുകയാണ്. ആദ്യമായിട്ട് ഇതിനെല്ലാം ഒരു നേതൃത്വം നൽകുന്ന ജോയസിന് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ വന്നിട്ടുള്ള തോമസ് അച്ഛൻ കഴിഞ്ഞ വർഷവും വന്നിരുന്നു. നല്ലൊരു സന്ദേശമാണ് കഴിഞ്ഞ വർഷം നൽകിയത്. തോമസ് അച്ഛന് സിമയുടെ എല്ലാവിധ നന്ദി അറിയിച്ചു. ചീൻ്റെ അച്ഛനും അതെ കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും തിരക്കുണ്ടെങ്കിലും ഒരു കോടി എത്താനുള്ള മനസ്സിലാക്കിച്ച ചീൻ്റെ അച്ഛനും ആദ്യം 2 മാസം സന്ദേശം നൽകിയ ചീൻ്റെ അച്ഛന് പ്രത്യേകം നന്ദി അറിയിച്ചു. അവിടുന്ന് സ്റ്റാഫുകൾ വന്നിട്ടുണ്ട്. സ്റ്റാഫിന് അദ്ദേഹത്തിനും നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ് ജോണേട്ടൻ. ജോണേട്ടൻ എല്ലാവർക്കും അറിയായിരിക്കും. കേരളത്തിൻ്റെ സാരഥിയാണ്. ജോണേട്ടന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ജോർജേട്ടൻ KS നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ മാഷിന് ആൻഡോ മാഷിനും പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. സംഘടനയുടെ മറ്റു ഭാരവാഹികളായ നമ്മുടെ ജോഷിയുടെ കീർത്തിക്കാരൻ, പിന്നെ ജോസ് മംഗലത്ത്, ബാബു ചെമ്പൻ, പിന്നെ മറ്റ് SMA അംഗങ്ങൾക്കും പിന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും SMA സംഘടനയുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു.